തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ആവണിയവിട്ടം വിപുലമായി ആഘോഷിച്ചു. ശ്രാവണ മാസത്തിലെ പൌർണമി നാളിലാണ് ബ്രാഹ്മണർ ആവണിയവിട്ടം ആഘോഷിക്കുന്നത്. തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ രഘുവാദ്യാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആവണി മാസത്തെ അവിട്ടം നക്ഷത്രനാളിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടും സ്വന്തം ഗ്രഹങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ടും തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ സങ്കല്പം, വേദാരംഭം എന്നിവ കുറിച്ചുകൊണ്ടും ബ്രാഹ്മണർ ആവണി അവിട്ടം ആഘോഷിച്ചു. ശ്രാവണ മാസത്തിലെ പൌർണമി ദിവസമാണ് യജുർവേദ ഗണത്തിലെ ബ്രാഹ്മണർ ആവണി അവിട്ടം ആചരിക്കുന്നത്. രാവിലെ ഗൃഹങ്ങളിൽ പ്രാതസന്ധ്യാവന്ദനം, കർമ്മ കാർഷിക് മന്ത്രജപം, മധ്യാഹ്നികം എന്നീ കർമ്മങ്ങൾക്കുശേഷം തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ചേർന്ന് അവിടെ വെച്ച് ബ്രഹ്മയജ്ഞം, പിതൃതർപ്പണം, ദേവകൃഷി, പിതൃതർപ്പണം എന്നിവ നടത്തി തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രഘുവാദ്യർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ മഹാസങ്കല്പം നടത്തുന്നു. പ്രഥമേ സംവത്സരേ പ്രഥമേ മാസേ പ്രഥമേ ദിവസേ സഹനീ ദ്വിതീയേ യാമേ ഉത്തമധാമസ മനുഷോ വ്യതീതേഷു വൈവസ്വതാ വിംശതി യുഗേ കലി. കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ എം.ആർ. വെങ്കിട്ടരാമവാദ്യാർ, എൻ.കെ. വെങ്കിടാചലവാദ്യാർ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച 1008 തവണ ഗായത്രി മന്ത്രജപം സ്വഗൃഹങ്ങളിൽ ഉരുവിടുന്നതോടെ ഈ വർഷത്തെ ആവണി അവിട്ട ആഘോഷത്തിന് സമാപനമാകും. സാമവേദഗണത്തിലെ ഉപകർമ്മം സെപ്റ്റംബർ 10 നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.